ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നേരുന്നു. ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും തിന്നിട്ട് വായ തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മുടെ ന്യൂസിലാൻഡിലെ ഹാമിൽട്ടണിലുള്ള ബഹ്റിൻ അസോസിയേഷന്റെ ഈസ്റ്റർ പരിപാടിയാട്ടോ. അപ്പം വലിയ സംഭവങ്ങളൊന്നുമില്ല, ഞങ്ങൾ 10-38 പേരുള്ളൂ. ഞങ്ങൾ ചെറുതായിട്ടൊരു ബാർബിക്യൂ, പിന്നെ എന്നിട്ട് ദോശ, സാമ്പാർ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങളുടെ പണ്ടത്തെ ബഹ്റിൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് പിരിയും അല്ലേ. അപ്പം ഓൾറെഡി എൻ്റെ കാലത്ത് തന്നെ ബാർബിക്യൂ സ്റ്റാൻഡ്, പിന്നെ ദോശമാവ് ഒക്കെ അവിടെ കൊണ്ടുവച്ചു. ദോശയൊക്കെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഓരോരുത്തർ അങ്ങനെ ഓരോ സാധനങ്ങൾ റെഡിയാക്കാം, അങ്ങനെയാണ് വിചാരിച്ചായിരുന്നത്. അപ്പം ചിക്കനൊക്കെ ഇന്നലെ പുരട്ടി വെച്ചു. ചിക്കൻ എടുത്ത് വെച്ചു എൻ്റെ ചിക്കനൊക്കെ ഇന്നലെ പുരട്ടി വെച്ചു കേട്ടോ. അതെല്ലാം വണ്ടിക്കകത്ത് സെറ്റാണ്. വണ്ടിക്കകത്ത് കാണിച്ചു കൊടുത്തോട്ടെ, വണ്ടിക്കകത്ത് കാണിച്ചു തരട്ടെ. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചാണത്. ഞാനല്ല എൻ്റെ ഗ്യാസ് അടുപ്പൊക്കെ ഇവിടെ ഇങ്ങനെയായിട്ട് വെച്ച. അപ്പം നമ്മുടെ അടിപൊളി ഇത് ഇങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്യാസ് അടുപ്പ് ഇത് വെറുതെ നമ്മൾ ചിക്കൻ റെഡിയാക്കിയിട്ട് വെക്കാറുണ്ട്. ഇത് ദോശപാത്രം, അത് ഇടാനുള്ള സോസ്, പിന്നെ ചെറിയൊരു സ്പീക്കർ, അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ വണ്ടിക്കകത്ത് കയറാൻ പോകണം. ഏകദേശം 2:45 കഴിഞ്ഞ് 3 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങണേ. അപ്പൊ ഞങ്ങൾ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇപ്പൊ എല്ലാവരും വണ്ടിക്കകത്ത് കയറി. കാലത്ത് ദോശ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എല്ലാവർക്കും വിശപ്പ് തുടങ്ങി. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പൊ ഇങ്ങന്റെ കുട്ടി മുറുക്കില്ലേ, ഈ ഒരു മുറുക്ക് ഒരു പാക്കറ്റ് കയ്യിലെടുത്ത് വെച്ചു. എന്നിട്ട് അത് വേഗം തിന്നണം. എല്ലാവർക്കും വിശക്കണ്ട, എന്നെ വിശക്കണ്ട. ചെല്ല ബാർബിക്യൂ കത്തിക്കാനല്ലോ തിരി കൊളുക്ക, പിന്നെ അവിടെ വേണമെങ്കിൽ തിന്നോടുക അല്ലെ. എല്ലാവരും എപ്പോഴെത്താന്നറിയില്ല, എന്നാലും നമ്മളെന്തായാലും ചെന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്റെ വണ്ടിക്കകത്ത് ഇപ്പോഴും 6:27 സമയം മാറ്റിയിട്ടില്ല. അങ്ങനെ അപ്പൊ ഞങ്ങള് ഇത് നമ്മുടെ ബഹ്റിനിൽ തന്നെയുള്ള എല്ലാവരും ആയിട്ടാണ് ഒരുമിച്ച് കൂടണത്. അപ്പൊ അതില് നോയി എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ വീട്ടിലാണ് നമ്മളെല്ലാവരും ഇന്ന് സെറ്റ് ആവണത്. അപ്പൊ ഞാൻ അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ കാലത്ത് തന്നെ എൻ്റെ ഗ്യാസും കുറ്റിയും ബാർബിക്യൂ സ്റ്റാൻഡും ഗ്യാസ് അടുപ്പും കസേര, പിന്നെ അതിൻ്റെ ടേബിള്, സാധനങ്ങളെല്ലാം ഇവിടെ ഒരു ട്രെയിലറിനകത്താക്കി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളാണ് ഞങ്ങൾ പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്നത്. അപ്പം ഞങ്ങൾ തന്നെ ഫസ്റ്റ് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങണമെന്ന് പറഞ്ഞത്. ഞങ്ങളൊരു 3:10 ആയപ്പോഴേക്കും അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ചെന്ന് ചിക്കൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കുറച്ച് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സെറ്റാവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് അവിടുത്തെ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർ വീട് വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ല. പക്ഷേ അവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഫിജോവ ഉണ്ട്, പിന്നെ മാതളനാരങ്ങ ഉണ്ട്. മാതളനാരങ്ങ നല്ല പുളിയായിരുന്നു കേട്ടോ, പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. അപ്പോൾ ചെന്ന് ഇതിൻ്റെ ഫസ്റ്റിൻ്റെ പരിപാടി തുടങ്ങി. ഞങ്ങൾ നന്നായിട്ട് ബാർബിക്യൂ സ്റ്റാൻഡൊക്കെ കഴുകിയൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇച്ചിരി എണ്ണയൊക്കെ തൂക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സ്പ്രേ ആയിട്ടുള്ള ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പം ഫസ്റ്റ് തന്നെ ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ ചിക്കൻ നിരത്തിയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് സെറ്റാക്കിയത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിള്ളേരൊക്കെ വരുമ്പം എല്ലാവർക്കും നമുക്ക് ഫസ്റ്റ് തന്നെ ചിക്കനൊക്കെ കഴിക്കണം എന്ന് തോന്നുമല്ലോ. അപ്പം മെയിനായിട്ട് നമ്മൾ പിള്ളേർ ഉദ്ദേശിച്ചാണ് വേഗം തന്നെ ഒരു സെറ്റ് ഇട്ടത്. അപ്പം ഇവിടെ നോക്കിയേ, ഇത് അവർക്ക് ആപ്പിൾ മരമുണ്ട്, കുറേ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട് അതുമേ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് നിന്നൊക്കെ പൊട്ടിച്ച് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിന് ചെറിയൊരു കേടുണ്ട്, എന്നാലും നമ്മൾ അതൊക്കെ ചെത്തി കഴിച്ചപ്പം അടിപൊളി നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഞാനവിടുത്തെ കൂടുതലായിട്ട് കഴിച്ചത് ഫിജോവ കേട്ടോ. ഫിജോവ നല്ല രസമുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ ന്യൂസിലാൻഡിൽ വന്നിട്ട് കഴിച്ചാൽ ഏറ്റവും മധുരമുള്ള ഫിജോവയായിരുന്നത്. അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ കഴിച്ചു. പിന്നെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ബീന കുറച്ച് എനിക്ക് കവറിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഓറഞ്ചാണ്. അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഇത് നന്നായി പഴുത്ത് കഴിയുമ്പോൾ നല്ല മധുരമാണ്. അപ്പം ഇനി പഴുത്ത് കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം. പിന്നെ ഇതേയും നമ്മുടെ മാതളനാരങ്ങ, ഇത് കാണാൻ അടിപൊളി, നല്ല കളറ്, പക്ഷെ ഭയങ്കര പുളിയാട്ടോ. വല്ല മധുരം കയറിയിട്ട് കഴിക്കേണ്ടി വരും. നല്ല പുളിയാണ്, പക്ഷെ എന്നാലും ഞങ്ങൾ കഴിച്ചു, പക്ഷെ ഒടുക്കത്തെ പുളിയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഓറഞ്ചിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. കുറേ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് പഴുത്തിട്ട് വേണം ഒരു പ്രാവശ്യം കൂടി വരാനായിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ വാവട്ടി മനസ്സ് വന്നിട്ട് ഒരു പീസ് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും അപ്പം തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കാലത്ത് കുറച്ച് ദോശ കഴിച്ചിട്ടിരിക്കണമെന്നാണ്.
പിന്നെ ഇങ്ങോട്ട് വരാനുള്ള ധൃതിയിൽ കഴിച്ചില്ല. അപ്പോൾ അവർക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ അവിടെ നിന്നിട്ട് സൈഡിൽ നിന്ന് കഴിക്കണം. പിന്നെ തേഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരുത്തരുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി നമ്മുടെ തേങ്ങ ചമ്മന്തി, പിന്നെ സാമ്പാർ, പിന്നെ അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഓരോരുത്തർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ പിള്ളേർക്ക് ഒരു കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റർ ഹണ്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ എല്ലാവരും വന്നപ്പം ഓരോരുത്തർ പിന്നെ നമ്മുടെ കളത്തിലേക്ക് ഇറങ്ങി. നമ്മൾ ബാർബിക്യൂ സ്റ്റാൻഡ് കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ചിക്കൻ വേവിക്കാനുള്ള പരിപാടിയിലേക്കായി. അപ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചതിനനുസരിച്ച് നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്പെഷ്യലായിട്ടൊരു സോസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തേച്ചിട്ടാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും സെർവ് ചെയ്തത്. അപ്പോൾ ഇത് ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ സൈക്ലോൺ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം വൈകുന്നേരം ഒരു 11:30 ശേഷമാണ് കാറ്റുണ്ടാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി അതിൻ്റെ അലേർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചാണ് നിന്നായിരുന്നത്. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും പിള്ളേരെയൊക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈസ്റ്റർ എഗ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് പിള്ളേരെ വിടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ കൊണ്ടുപോയി ഈസ്റ്റർ മുട്ടകളൊക്കെ അവിടെ ഇവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിള്ളേർ അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ്. പിള്ളേർക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായി. ആ വീട്ടിലാണെങ്കിലും നമുക്ക് എന്താ പറയുക, നല്ല സൗകര്യമുള്ള വീടാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും കുറേ കളിക്കാനുള്ള സ്ഥലമുണ്ട്. പിള്ളേർ ഓരോരുത്തരായിട്ട് ഓരോ സൈഡിൽ നിന്ന് ഈസ്റ്റർ എഗ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മാവട്ടിക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. സാറയ്ക്ക് അന്നൊന്നും ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പം മാവട്ടി തപ്പി നടക്കുമായിരുന്നു. ഞാൻ ഇവിടെ ഒരെണ്ണം കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോ കണ്ടുപിടിച്ചിട്ട് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഫസ്റ്റ് ഗെയിം ഇതായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് നമുക്ക് കസേരോട്ടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് എന്തായാലും ഭയങ്കര സന്തോഷം. ഞങ്ങൾ ചെറിയ രീതിയിലൊരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരടിച്ചു പൊളിച്ച് അവർ ഈസ്റ്റർ എഗ് ഹണ്ടിങ്ങിനാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സാറയ്ക്കാണ് കേട്ടോ കുറേ ഈസ്റ്റർ എഗ് കിട്ടിയത്. പിന്നെ നമ്മുടെ പിള്ളേരുകളാണെങ്കിൽ അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടെ നിന്ന് വർത്താനം പറയുക. ഇനി നമ്മുടെ ലേഡീസിൻ്റെ കസേര ഓട്ട മത്സരം. അപ്പം ഞാൻ നല്ല 8 നിലയിൽ പൊട്ടിയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആരും അങ്ങനെ മാറി നിന്നില്ല കേട്ടോ. അപ്പം പാട്ടൊക്കെ വെച്ച് എല്ലാവരും എന്താ പറയുക, സൈക്കിളുണ്ട് ഒരു പേടി എല്ലാവരും മനസ്സിലുണ്ടെങ്കിലും എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു ഇതിനകത്ത്. ഈ കുഞ്ഞു മാവയ്ക്കും അവരുടെ അമ്മയ്ക്കും കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. ആ കൊച്ച് നല്ല മിടുക്കി കുട്ടിയാണ് കേട്ടോ. അവിടെ പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും എല്ലാവരും നമ്മുടെ കൂടെ വന്ന് നിൽക്കും. ഡാൻസ് കളിക്കാനായിട്ട് എൻ്റെ കൂടെ ഫുൾ ടൈം അവളുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കസേരോട്ട മത്സരം കഴിഞ്ഞു. ഇനി നമ്മൾ സുന്ദരീനെ പൊട്ട് തൊടിയിക്കലായിരുന്നു. അപ്പോൾ ഐശ്വര്യയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് കണ്ണ് കെട്ടിയിട്ടായിരുന്നു ഓരോരുത്തർ പൊട്ട് തൊടുന്നത്. എല്ലാവരും നല്ല അന്തസ്സായിട്ട് വേറെ കണ്ണിലും മൂക്കിലും അവിടേക്കാണ് പൊട്ടുകുത്തിയത്. അപ്പോൾ ഒരുവിധം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മളെല്ലാവരും കഴിച്ചു തുടങ്ങി. അപ്പം ചിക്കൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് എന്താ പറയുക, ചിക്കൻ്റെ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ ചെറിയ സാലഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലഞ്ചായിട്ട്. അപ്പം അവിടുന്ന് എല്ലാവരും പിള്ളേരൊക്കെ വരുന്നുണ്ട്. പിള്ളേർ നമ്മൾ ആദ്യം തന്നെ ചിക്കനൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നമ്മൾ ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് നമുക്ക് സൈഡിൽ നമ്മൾ മുട്ട ഓംപ്ലേറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും കളത്തിലേക്ക് ഇറങ്ങി കേട്ടോ. എല്ലാവരും സൈഡിൽ നിന്ന് ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ഗെയിമിലേക്കാണ് പോകുന്നത്. അടുത്ത ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹ്റൈനിലുള്ള മനാമ, മുഹറക്ക്, ഈസ്റ്റ് റിഫ, ടൂബ്ലി ഇങ്ങനെ 4 സ്ഥലത്തിൻ്റെ പേര് നമ്മൾ എഴുതിയിട്ടിട്ട് 4 കോർണറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പാട്ട് വെക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ മാറി നടന്നിട്ട് പാട്ട് നിർത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വരണം. എന്നിട്ട് നമ്മുടെ അവിടെ ഒരു ഫാമിലിയിൽ അവിടുത്തെ അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയായിരുന്നു നറുക്കെടുക്കുന്നത്. അപ്പം അമ്മച്ചി ഏത് സ്ഥലമാണോ എടുക്കുന്നത് ആ സ്ഥലത്തിലുള്ള ആൾക്കാർ ഔട്ടായി പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു ഗെയിം നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് തകർത്താഘോഷിച്ചു. പിന്നെ അടുത്തത് പിള്ളേർക്ക് ചെസ്സ് മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 2 പേര് വെച്ച് അവരങ്ങനെ ചെസ്സ് മത്സരം അവർ അടിപൊളിയായിട്ട് പങ്കെടുത്തു. നമ്മുടെ പൊന്നൂസിനാണ് അതിൽ വിന്നറായത്. പക്ഷേ അവർ കളിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പിള്ളേർക്കൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് ചെസ്സ് കളിക്കാൻ അറിയാം കേട്ടോ. ഞാനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെസ്സ് കളിക്കും, പക്ഷേ ഇത്ര അടിപൊളിയായിട്ട് കളിക്കില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ശരിക്കും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് പായസം ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, സാമ്പാർ, ചട്നി, പിന്നെ സാലഡ്, ചിക്കൻ എല്ലാം കൂടി നമ്മൾ കഴിച്ചായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദിയൊക്കെ പറയണതും നെക്സ്റ്റ് മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറയണതൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ അമ്മച്ചി പാട്ട് പാടിയായിരുന്നു. പിന്നെ സൈചേട്ടനും രിജീഷും ഞാനും കൂടി ചെറുതായിട്ട് പാട്ട് പാടി. ഞാൻ വെറുതെ സൈഡിൽ നിന്നുള്ളൂ. അവർ 2 പേരാണ് നന്നായിട്ട് പാടിയത്. പിന്നെ നമ്മുടെ അമ്മച്ചിയുടെ പാട്ട് കേൾക്കാം.
അങ്ങനെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഈ ബഹ്റിൻ ഫാമിലി ഞങ്ങൾ അടിപൊളിയായിട്ട് ഈസ്റ്റർ ആഘോഷിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല അടിച്ചു പൊളിച്ച് ഞങ്ങളെല്ലാവരും ആഘോഷിച്ചു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബായ്. അപ്പോൾ വീണ്ടും ഞങ്ങൾ ബഹ്റിൻ ഫാമിലിയുടെ വക ഈസ്റ്റർ ആശംസകൾ.